ജവാൻ നിർമ്മാണ കേന്ദ്രമായ ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ് വളപ്പ്. നൂറ്റാണ്ടിനടുത്ത് പഴക്കമുള്ള കെട്ടിടത്തിലാണ് സംഭരണശാലകളും ചില്ലറ വിൽപ്പനശാലയും പ്രവർത്തിച്ചു വന്നത്. ബിവറേജസ് കോർപ്പറേഷന്റെ സംസ്ഥാനത്ത് തന്നെ വലിപ്പമേറിയ ഗോഡൌണുകളിലൊന്ന്. 30,000 ചതുരശ്ര അടിയാണ് വിസ്തൃതി. 2 ഗോഡൌണുകളിൽ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം സൂക്ഷിച്ചിരുന്ന ഇടത്തു നിന്നാണ് തീ ആളിപ്പടർന്നത്. 3-4 വണ്ടിക്കാരുണ്ട്. ഡ്രൈവർമാർ എൻ്റെ കടയിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകുന്ന വഴിയിലാണ് അതുങ്ങൾ കണ്ടത്. അതുങ്ങൾ വിളിച്ചു കൂവിക്കൊണ്ട് ഇങ്ങോട്ട് വരുമ്പോഴാണ് ഞാൻ അകത്തോട്ട് ഓടി കയറി അത് കണ്ട് അതുങ്ങൾ പിന്നെ ഞങ്ങൾ ഷട്ടർ തല്ലി തുറന്നു. അതുങ്ങൾ അകത്തിരുന്ന ആൾക്കാരെ എല്ലാം ഞങ്ങൾ രക്ഷിച്ച് പുറത്താക്കി. പുകയാണ് അത് നമ്മൾ കാണുന്നുള്ളൂ, പുക മാത്രമേ കണ്ടാൽ മൂലയ്ക്കകത്ത്. പിന്നെ എന്തോ സംഭവിച്ചതെന്നൊന്നും നമുക്കറിയില്ല. തീ നിയന്ത്രണ വിധേയമാക്കാൻ ഫയർഫോഴ്സിന്റെ വലിയ സംവിധാനം മണിക്കൂറുകളോളം പ്രവർത്തിച്ചു. കെട്ടിടത്തിന് ആസ്പെറ്റോസ് ഷീറ്റ് കൊണ്ടുള്ള ഭിത്തിയും അലൂമിനിയം ഷീറ്റ് കൊണ്ട് നിർമ്മിച്ച മേൽക്കൂരയുമായിരുന്നു. 4 ലക്ഷം ലിറ്റർ മദ്യമാണ് ഇവിടെ സംഭരിച്ചിരുന്നത്. ചില്ലറ വിൽപ്പനശാലയിലെ മദ്യം വേറെയും. നമ്മളൊരു എല്ലാ വെയർഹൗസിൽ വെച്ച് ഒരു ഫയർ ഓഡിറ്റ് നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഫയർ ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്ന എക്സ്ട്രാ പ്രിക്കോഷൻസ് നമ്മൾ ഉടൻ തന്നെ നടപ്പിലാക്കും. ഇതിൽ നമ്മൾ പ്രിക്കോഷൻസ് എടുത്തിട്ടുണ്ട്. ഓൾ ദ ഫയർ ഫൈറ്റിംഗ് എക്വിപ്മെൻറ്റ് ഇസ് ദെയർ. ഓൾ ദ റൂൾസ് ഹാവ് ബിൻ ഫോളോഡ്. പക്ഷേ പോലീസിൻ്റെ എൻക്വയറി നടക്കുകയാണ്. നമുക്ക് എൻക്വയറി ചെയ്തിട്ട് ഇനി നമുക്ക് എന്തെല്ലാം എഫർട്ട്സ് എടുക്കാൻ പറ്റും നമുക്ക് എടുക്കാം. ഓൺലൈൻ ക്രമീകരണം ഉണ്ടെന്നതിനാൽ നഷ്ടം കൃത്യമായി തിട്ടപ്പെടുത്താനാകും. അതേസമയം ഇൻഷുറൻസ് പരിരക്ഷ ബെപ്കോയ്ക്ക് സമാശ്വാസം പകരും. മദ്യത്തിനായി പുളിക്കീട് ചില്ലറ വിൽപ്പനശാലയെ ആശ്രയിച്ചിരുന്നവർ പകരം സംവിധാനം വരും വരെ തിരുവല്ലയിലോ മാന്നാർ പാലച്ചൂടിലോ പോകേണ്ടി വരും. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.